ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജെൻഡർ സ്റ്റഡീസിലെ ലാസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് മൈലമ്മാസ് സ്റ്റോറിയാണ്. അതായത് കൊക്കക്കോള കമ്പനിക്കെതിരെ ഫൈറ്റ് ചെയ്ത ദ പ്ലാച്ചിമട ഹീറോയിൻ മൈലമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഓട്ടോബയോഗ്രഫിയിലെ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രൊട്ടസ്റ്റ് ദ ഫസ്റ്റ് ഇയർ മൈലമ്മ. അപ്പം മൈലമ്മ എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീയാണ്, ഒരു ട്രൈബൽ ആക്ടിവിസ്റ്റാണ് കേരളയിൽ നിന്നുള്ള. കൊക്കക്കോള പ്ലാന്റ് അവരുടെ വില്ലേജ് ആയിട്ടുള്ള പ്ലാച്ചിമടയിൽ വന്നപ്പോൾ അവിടുത്തെ വെള്ളമെല്ലാം ഈ കമ്പനിക്കാർ ഊറ്റിയെടുത്തിട്ട് പകരം ആ കമ്പനിയുടെ വേസ്റ്റ് എല്ലാം ഒഴുക്കി വിടാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ഗ്രൗണ്ടും അഗ്രികൾച്ചറും എല്ലാം നശിച്ചു, ആളുകൾക്ക് വയ്യാതൊക്കെ ആയി. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കിട്ടാതായി. അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ, ആദിവാസീസ്, എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആ കമ്പനിക്കെതിരെ. കൊക്കക്കോള എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്ത് വലിയ കമ്പനിയാണെന്ന്. സോ അതിൽ ആ ഒരു കൊക്കക്കോള കമ്പനിക്കെതിരെയുള്ള ഫൈറ്റ് വിജയിച്ചു. അങ്ങനെ ഇവരെ പ്ലാച്ചിമട ഹീറോയിൻ എന്നാണ് വിളിക്കുന്നത്, മൈലമ്മ എന്നുള്ള ഈ ആദിവാസി സ്ത്രീ. അവർ മരിച്ചുപോയി കേട്ടോ 2007. സോ ഇവർ എരവല്ലാർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്നതാണ്. പ്ലാച്ചിമട എന്നുള്ള സ്ഥലം തമിഴ്നാട് കേരള ബോർഡറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ ഈ എരവല്ല എന്നുള്ള ഒരു ലാംഗ്വേജ് ആണ് പരസ്പരം സംസാരിക്കുന്നത്. ആൻഡ് അവർ ആദ്യമേ കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിക്കുന്ന ആളുകളാണ്. പിന്നെ തമിഴും സംസാരിക്കുന്ന ആളുകളാണ്. ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഫൈറ്ററാണ് നമ്മുടെ മൈലമ്മ എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്ത്രീശക്തി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ മൈലമ്മ ദ ജേർണി ഓഫ് എ ട്രൈബൽ എക്കോ വാരിയർ എന്നും പറഞ്ഞ് മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ആദിവാസി സ്ത്രീ കൊക്കക്കോള കമ്പനിക്കെതിരെ, പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ പ്ലാച്ചിമട എന്നുള്ള വില്ലേജ്. ആ കമ്പനി അവിടെ ആണ്, കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിലാണ് കൊണ്ടുവന്നത്. അതിനെതിരെ എങ്ങനെയാണ് ഇവർ ഫൈറ്റ് ചെയ്തതെന്നും ആ ഫൈറ്റ് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയെന്നൊക്കെ ഇവരുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള മൈലമ്മ ദ ജേർണി ഓഫ് എ ട്രൈബൽ എക്കോ വാരിയർ എന്നുള്ളതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് എഡിഷൻ 2000. ഇത് ട്രാൻസ്ക്രൈബ് ചെയ്തത് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ജ്യോതിബായി പരിയേടത്ത് എന്ന് പറഞ്ഞ ഒരു മലയാളം റൈറ്ററും കൂടിയാണ്. അയാളൊരു മലയാള പോയിറ്ററാണ്, റൈറ്ററാണ്. അവരാണ് കേട്ടോ, ഒരു സ്ത്രീയാണ് ജ്യോതിബായി പരിയേടത്ത്. അവരാണ് ഇതിനെയും ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല, സോറി, മലയാളത്തിൽ ഇത് എഴുതിയത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് പേജ് നമ്പർ 128 കിടപ്പുണ്ട് 2 ആളുകളുടെ പേര്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ ജ്യോതിബായി പരിയേടത്താണ് ഇത് ട്രാൻസ്ക്രൈബ് ചെയ്ത് മലയാളത്തിലാക്കിയത്. മലയാളത്തിൽ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ ആളുകളാണ്. മൈലമ്മയുടെ ലൈഫ് നറേറ്റീവ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷന്റെ ഒരു ഡാർക്കർ സൈഡാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ആളുകളുടെ ലൈഫ് സ്റ്റൈലിനെ നശിപ്പിക്കുന്നത്, ആളുകളുടെ ലൈഫിനെ നശിപ്പിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി ഒരുപാട് കൂടി നമ്മുടെ കൺട്രിയിൽ. അപ്പോൾ അതിനുശേഷം ഒരുപാട് എൻവയോൺമെന്റൽ പ്രോബ്ലംസും നാച്ചുറൽ റിസോഴ്സസിന്റെ ഡിപ്ലീഷനും ഡീഫോറസ്റ്റേഷൻ, വാട്ടർ പൊല്യൂഷനും വാട്ടർ സ്കേഴ്സിറ്റിയും ഒക്കെ കൂടി നമ്മുടെ എക്കോസിസ്റ്റം ഒക്കെ ഡിസ്ട്രക്റ്റഡ് ആവാൻ തുടങ്ങി. സോ അതിനെതിരെയാണ് ആ ഒരു കേസാണ് ഇതിനകത്ത് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. 1998 കൊക്കക്കോള കമ്പനി എന്ത് ചെയ്തു, പ്ലാച്ചിമടയിൽ ഒരു ബോട്ട്ലിംഗ് പ്ലാന്റ് കൊണ്ടുവരാനുള്ളൊരു പെർമിറ്റ് മേടിച്ചു. അതൊരു ഡ്രൈ വില്ലേജ് ആയിരുന്നു. ഒന്നാമത്തെ ഡ്രൈ ആണ് ആ വില്ലേജ്, തമിഴ്നാട് കേരള ബോർഡറിലാണ്. ആ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്ന വില്ലേജിൽ അവിടെ ഒരു മാക്സിമം എല്ലാവരും ആദിവാസീസും കൂടെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്ത് ചെയ്തു, വെള്ളം അവിടെ ഉണ്ടായിരുന്ന കിണറുകളിലെ വെള്ളമെല്ലാം ഡിപ്ലീറ്റഡ് ആയി പൊല്യൂട്ടഡ് ആവാൻ തുടങ്ങി. അതായത് ആ വെള്ളത്തിൽ കുളിക്കുമ്പോൾ ദേഹം എല്ലാം ചൊറിയാനും കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാത്ത വെള്ളമായി മാറി. അതായത് ആളുകൾക്ക് എപ്പോഴും അസുഖവും ഇതുമായി. അഗ്രികൾച്ചറൽ ഫീൽഡെല്ലാം നശിച്ചു, അൺകൾട്ടിവേറ്റഡ് ആവാൻ തുടങ്ങി, ഡ്രൈ ആവാൻ തുടങ്ങി ലാൻഡ് ഫുള്ള്. അതായത് ഒരു ദിവസം ആ പ്ലാന്റിൽ 15 lakh liters ഓഫ് വെള്ളമാണ് വേണ്ടുന്നത്. അങ്ങനെ മറ്റേ കുഴൽക്കിണറൊക്കെ, ബോർവെൽസ് ഒക്കെ കുഴിച്ച് ഫാക്ടറി പ്രമിസസിലുള്ള അടുത്തുള്ള വീടുകളിലെല്ലാം കിണറുകൾ അങ്ങ് വറ്റാൻ തുടങ്ങി. ലാബ് റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലായി, ഈ വേസ്റ്റ് വാട്ടറിനകത്ത് ഫുള്ള് കാർബൺ ഡയോക്സൈഡും ടോക്സിക് ആയിട്ടുള്ള ഹെവി മെറ്റൽസും ഒക്കെയാണുള്ളത്, ക്യാൻസറസ് ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെയാണുള്ളതെന്നും മനസ്സിലായി. അത് ഹ്യൂമൻ ബീങ്സിനും അഗ്രികൾച്ചറൽ യൂസിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. വളരെ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസിങ്, ഈ ഒരു കുറേ ഒരു വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം ഇവരെന്ത് ചെയ്തു, പുവർ ഫാമേഴ്സിന് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നുവെച്ചാൽ അത് അവർ കൾട്ടിവേഷന് യൂസ് ചെയ്യട്ടെന്ന് വിചാരിച്ചു, കുറേ വേസ്റ്റ് മെറ്റീരിയൽസ്. പിന്നെ ഒരു പ്രൊട്ടസ്റ്റ് അപ്പോൾ ആ സമയത്ത് ഈ മൈലമ്മ ഓർഗനൈസ് ചെയ്തു. എന്നായിരുന്നു, 22 ഏപ്രിലായിരുന്നു 2002. 22 ഏപ്രിലിന്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഈസ് എർത്ത് ഡേ ആണ്. അന്ന് തന്നെ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 2000 ആളുകൾ കമ്പനിയുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു പന്തൽ കെട്ടിയിട്ട് അവിടെ ഇരുന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് കമ്പനി അടയ്ക്കണമെന്നും മോണിറ്ററി കോമ്പൻസേഷൻ വേണമെന്നും പറഞ്ഞ് ആയിരുന്നു പ്രൊട്ടസ്റ്റ്. അങ്ങനെ ഈ ഒരു സമയത്താണ് മൈലമ്മ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ട്രൂ ഈക്കോ വാരിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു
ഫൈറ്റർ, എൻവയോൺമെന്റ് ജസ്റ്റിസിന് വേണ്ടി വന്നു. അവർക്ക് എന്താ പറയുക, നേച്ചറിനെ നശിപ്പിക്കുന്നതിനോട്, എൻവയോൺമെന്റ് നശിപ്പിക്കുന്നതിനൊക്കെ എതിരാണ്. ആദിവാസീസ് എന്ന് പറയുമ്പോൾ അവർ ക്ലോസ്ലി റിലേറ്റഡ് ടു നേച്ചർ ആണല്ലേ. പ്ലാച്ചിമട സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടംപററി പീപ്പിൾസ് മൂവ്മെന്റ് ആണ് അഗെയിൻസ്റ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. കൊക്കക്കോള എന്ന് പറഞ്ഞിട്ട് MNC ആണ്. അതിനെതിരെ കൊണ്ടുവന്നൊരു ഫൈറ്റ് സക്സസ്ഫുൾ ആയിരിക്കുന്നു. അത് ഒരു മൈൽ സ്റ്റോൺ ആണ് ഇവരുടെ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. വന്ദന ശിവയുടെയും മേധ പട്കർ, അതായത് ഇവർ രണ്ടുപേരും എൻവയോൺമെന്റലിസ്റ്റുകളാണ്. അവർ രണ്ടുപേരുടെയൊക്കെ സപ്പോർട്ട് മൈലമ്മയ്ക്ക് കിട്ടി. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, മൈലമ്മ 2006 മരിച്ചു. മൈലമ്മയുടെ സ്റ്റോറീസ് ആണ് അവരുടെ ആ ഒരു നറേറ്റീവിനകത്ത് പറഞ്ഞു പോകുന്നത്. അവരുടെ കമ്മ്യൂണിറ്റിയുടെ സ്ട്രഗിളിനെ കുറിച്ചും അവരുടെ ലൈഫിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. നമ്മുടെ ആ ഒരു പ്രൊട്ടസ്റ്റ്, അതായത് ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, പ്രൊട്ടസ്റ്റ് ദ ഫസ്റ്റ് ഇയർ, അത് ആ ബുക്കിന്റെ 13th ചാപ്റ്റർ ആണ് കേട്ടോ. എങ്ങനെയാണ് മൈലമ്മയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അവരെങ്ങനെയാണ് ഒരു പബ്ലിക് ഫിഗർ ആയത്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇവരെ പ്ലാച്ചിമട ഹീറോയിൻ എന്നും വിളിക്കുന്നുണ്ട്. 2006 മലയാളത്തിൽ ഈ ഒരു ബുക്ക് വന്നത്. മൈലമ്മ ഒരു ജീവിതം എന്നാണ് മലയാളത്തിലെ ബുക്കിന്റെ പേര്. പിന്നെ അത് പിന്നെന്താണ്, ദെൻ അടുത്ത ഇതൊരു ബയോഗ്രഫിയാണ് കേട്ടോ, ഓട്ടോബയോഗ്രഫി അല്ല, ബയോഗ്രഫിയാണ്. ദെൻ നമുക്ക് നോക്കാം. സോ ഏപ്രിൽ 22 ഇവർ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. അന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു, എർത്ത് ഡേ ആയിരുന്നു. അപ്പം മൈലമ്മ പറയുകയാണ്, അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഞങ്ങൾക്ക്, പക്ഷേ ആ ദിവസം തന്നെ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, എന്തോ ഒരു ഭാഗ്യം കൊണ്ട്. പിന്നെ കമ്പനി എന്ത് ചെയ്തു, ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കി. അതായത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. കാരണം പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ ഇടയിൽ പോയി ജോലി തരാം, വെള്ളം തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേര് അതിനകത്തങ്ങ് വീണുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ട്, വേണുവേട്ടൻ എന്ന് പറഞ്ഞത്. ആരാതൊന്നും പറഞ്ഞിട്ടില്ല. വേണുവേട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാളാണ് പിന്നീട് ആളുകളെ മനസ്സിലാക്കിയത് കമ്പനി ജോലിയൊന്നും തരാൻ പോകുന്നില്ല, വെറുതെ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കി പ്രൊട്ടസ്റ്റ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു തന്നു. ഓക്കെ, പക്ഷെ കുറച്ച് പേരെന്ത് ചെയ്തു, പക്ഷെ ജോലിക്ക് പോയി തുടങ്ങി. ചിലരെന്ത് ചെയ്തു, കുറെ പേര് പ്രൊട്ടസ്റ്റിന് തന്നെ വീണ്ടും നിന്നു. പിന്നെ CK ജാനു എന്നുള്ള ആദിവാസി ലീഡറുണ്ട്. അവരും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു പ്രൊട്ടസ്റ്റിനകത്ത് ജോയിൻ ചെയ്തു. CK ജാനു ആണ് പ്രൊട്ടസ്റ്റ് ഇനാഗുറേറ്റ് ചെയ്തത്. പന്തലൊക്കെ കെട്ടി അവരും അവിടെ അവസാനം എന്ത് ചെയ്യാൻ തുടങ്ങി, ജോയിൻ ചെയ്യാൻ തുടങ്ങി. പ്രൊട്ടസ്റ്റ് എത്ര ദിവസത്തേക്ക് നീണ്ടു നിൽക്കുമെന്നൊന്നും ആർക്കറിയത്തില്ലായിരുന്നു, ഇവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന ആളുകളെല്ലാം പറഞ്ഞു, എന്താണ് ഈ ഒരു നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിക്കെതിരെയാണ്. സോ അത് ഒരുപാട് ദിവസം തന്നെ, എത്ര വർഷം വേണമെങ്കിലും ചിലപ്പം നീണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതിനെ നമ്മുടെ ബൈബിളിൽ നിന്നുള്ള ഡേവിഡ് ആൻഡ് ഗോലിയത്ത് എന്നുള്ളൊരു സ്റ്റോറി ആയിട്ട് കമ്പയർ ചെയ്തു. അതായത് ഡേവിഡ് ഗോലിയത്ത് എന്നുള്ളൊരു ജയന്റിനെ ഡിഫീറ്റ് ചെയ്തു. അത്രയും അങ്ങനെയുള്ളൊരു ടാസ്ക്കാണ്, ഒരു ഇമ്പോസിബിൾ ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ജാനു ആ സമയത്ത്, CK ജാനു എന്നുള്ള ആദിവാസി നേതൃത്വം ആ സമയത്ത് കുറേ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു വെച്ചു കൊടുത്തു. ആൻഡ് ജാനു പറഞ്ഞു, ജാനുവിന്റെ ഒരു ഇതാണ് ആദിവാസി ഗോത്ര മഹാസഭ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അതിന്റെ ഒരു ലീഡറാണ് ഈ CK ജാനു എന്ന് പറയുന്നത്. അപ്പോൾ അവര് എന്ത് ചെയ്തു, ആദിവാസി ഗോത്രസഭയിലുള്ള ആളുകൾ ഫുള്ള് നിങ്ങൾക്ക് സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞ് അഷ്വർ ചെയ്തു. ആൻഡ് ദെൻ മുത്തങ്ങ, ആ സമയത്താണ് മുത്തങ്ങ ഇൻസിഡന്റ് ഹാപ്പൻ ചെയ്തത്. മുത്തങ്ങ ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ പേജ് നമ്പർ 134 കൊടുത്തിട്ടുണ്ട്. വയനാടിലെ ഒരു വില്ലേജാണ് മുത്തങ്ങ. അന്ന് 2003 എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്, അതായത് നമ്മുടെ CK ജാനു അടക്കമുള്ളവർ ഗവൺമെന്റിന്റെ അടുത്ത് പറഞ്ഞു, ആദിവാസീസിന് അവരുടെ സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു, അവരുടെ സ്ഥലം പതിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ കുറേ ഫൈറ്റ് ഉണ്ടായി. ആ സമയത്ത് പോലീസുകാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 റൗണ്ട് വെടിവെച്ചു. അങ്ങനെ കുറേ പേര് കൊല്ലപ്പെട്ടു. CK ജാനുവിന് കുറേ പരിക്കൊക്കെ ഏറ്റു. സോ ആ ഒരു ഇൻസിഡന്റ് അവിടെ ഹാപ്പൻ ചെയ്തു. ആ സമയത്താണ് മുത്തങ്ങ ഇൻസിഡന്റ് ഹാപ്പൻ ചെയ്തത്. അപ്പോഴത്തേക്കും പോലീസുകാർ എന്ത് ചെയ്തു, ജാനുവിനെയും കുറേ ആളുകളും ജയിലിൽ പിടിച്ചിട്ടു. ജാനു ജയിലിലായപ്പോഴത്തേക്കും ഇവർക്കൊരു സ്ട്രോങ് സപ്പോർട്ട് അങ്ങ് നിന്നതുപോലെ ആയിപ്പോയി. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ജാനുവിനെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവർ പാലക്കാടിൽ നിന്ന് റാന്തൽ വിളക്കുമായിട്ട് ഡെമോൺസ്ട്രേഷനൊക്കെ ക്യാരി ചെയ്ത് തിരുവനന്തപുരത്ത് പോയി ജാനുവിനെ കണ്ടു. ജാനുവിനെ കണ്ടപ്പോൾ എന്താണ്, ജാനുവിനെ റിലീസ് ആയിട്ട്, പക്ഷെ ജാനു പിന്നെ ഇവരുടെ അടുത്തോട്ട് പിന്നെ വന്നില്ല ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവർക്ക് എന്താണെന്ന് ഇവർക്കും ഇതുവരെ അറിയത്തില്ല. പിന്നെ പ്രൊട്ടസ്റ്റിന് പന്തലിലൊക്കെ വന്നെങ്കിൽ പോലും ആ ഒരു ഇന്റിമസി അവർ കാണിച്ചില്ല. ആൻഡ് ഭയങ്കര ഹെർട്ടായി നമ്മുടെ മൈലമ്മയ്ക്ക് അത്. എന്നാലും സാരമില്ല. പിന്നെ അയ്യങ്കാളി പടയുടെ മെമ്പേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടി വന്നു. ഒരു ആദിവാസി മീറ്റിംഗ് തന്നെ അവർ സംഘടിപ്പിച്ചു. എന്താണ് അയ്യങ്കാളി പട എന്ന് പറഞ്ഞാൽ ആരാണ്? അയ്യങ്കാളി എന്ന് വെച്ചാൽ ഒരു മലയാളി സോഷ്യൽ റിഫോമറും പൊളിറ്റീഷ്യനുമാണ്, റവല്യൂഷണറിയും കൂടിയാണ്. പിന്നെ അപ്പോൾ അദ്ദേഹത്തിന്റെ പടയാണ് അയ്യങ്കാളി പടയെന്ന് പറയുന്നത് കേട്ടോ. നമുക്കൊരു സിനിമയുണ്ട്, പട എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. അതായത്
അത് ശരിക്കും സംഭവിച്ച കാര്യമാണ്. 4 ആളുകൾ, അയ്യങ്കാളി പടയിലെ 4 ആളുകൾ കളക്ടറിന്റെ ചേംബറിൽ പോയിട്ട് കളക്ടറിനെ ഹോസ്റ്റേജ് ആയിട്ട് വെച്ചു. എന്നിട്ട് അവർക്ക് എന്തോ ഒരു ട്രൈബൽ ലാൻഡ് ഇഷ്യൂവിന്റെ സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് കളക്ടറിനെ പിടിച്ചു കെട്ടി ബന്ദിയാക്കി വെച്ചത്. സോ അയ്യങ്കാളി പട എന്ന് പറയുന്നത് അത്രയും റെവല്യൂഷണറീസ് ആണ് കേട്ടോ. അവരും വന്ന് എന്ത് ചെയ്തു, ഇവർക്ക് സപ്പോർട്ട് ചെയ്തു. ആൻഡ് 10 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരും ഒന്ന് പിന്തിരിഞ്ഞു. ആൻഡ് ഒരുപാട് ഹാർഡ്ഷിപ്സ് ഒക്കെ ഫേസ് ചെയ്തു മൈലമ്മയും കൂട്ടരും കൂടി. പിന്നെന്താണ് പറഞ്ഞത്, പിന്നെ പ്രൊട്ടസ്റ്റ് ഒരുപാട് പേര് വരികയും പോവുകയൊക്കെ ചെയ്തു. ഒരുപാട് വലിയ വലിയ ആളുകൾ വന്നു. മേധാ പട്കർ, വന്ദന ശിവ, MT വാസുദേവൻ നായർ വന്നു, സുഗതകുമാരി പോയിട്ട് വന്നു, സാറ ജോസഫ് പോയിട്ട് വന്നു. ഒരുപാട് ആളുകൾ വന്നു. അവരൊക്കെ എന്താ സംസാരിച്ചതെന്ന് ഇവർക്ക് മനസ്സിലായില്ല. കാരണം ഇവർ തമിഴിയൻസ് കൂടിയാണല്ലോടാ. പിന്നീട് അവർക്ക് മനസ്സിലായി എല്ലാവരും എന്താണ് സംസാരിക്കുന്നത്, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഇതിന്റെ പ്രകൃതി ആഘാതങ്ങളെ കുറിച്ചൊക്കെയാണ്, കമ്പനി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവർ സംസാരിച്ചത്. ഇവർ മൈലമ്മ പറയുവാണ്, ഏത് ലാംഗ്വേജ് ആണെങ്കിലും എന്തായാലും എനിക്ക് പറയാനുള്ളത്, എന്റെ വെള്ളമാണ്, ഞങ്ങളുടെ വെള്ളമാണ്, ഞങ്ങളുടെ വോട്ടാണ്, ഞങ്ങളുടെ മണ്ണാണ്, ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആൻഡ് ആരാണോ അത് ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്ക് നേരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു. ആൻഡ് കുറേ പെണ്ണുങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു. ഇവരുടെ ഇടയിലുള്ള ആദിവാസീസൊക്കെ കുറേ പേര് കൊക്കക്കോള കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ ഈ പ്രൊട്ടസ്റ്റ് കാണുമ്പോൾ ഇവർ പറയും ഇവർക്ക് പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവർ ഇവിടെ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കുത്തലുകളൊക്കെ ഇവർ കേട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ 50ാമത്തെ ദിവസമായി. ആ ദിവസം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലുള്ള കുറേ ആളുകൾ തന്നെ പോലീസുകാരുടെ അടുത്ത് പറയുവാണ് ഇവരെ അടിച്ചമർത്താനൊക്കെ. ഇവര് നക്സലൈറ്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ ഗ്രൂപ്പിൽ ഇരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. 50ാമത്തെ ദിവസവും പാസ് ചെയ്തു. പുതിയതായിട്ടൊരു കാര്യം ചെയ്തു. ഇവർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ തന്നെ ഫെർട്ടിലൈസർ എടുത്തിട്ട് അവർ കമ്പനിയുടെ എൻട്രൻസിന്റെ ഗേറ്റിന്റെ അവിടെ ഒഴിച്ചു. ഭയങ്കര വല്ലാത്ത ഫൗൾ സ്മെല്ലായി അവിടെ. അന്ന് ആ ദിവസം ഒരുപാട് ഫിസിക്കൽ വയലൻസ് ഒക്കെ ഹാപ്പൻ ചെയ്തു. ഒരുപാട് പേർക്ക്, ഇവരുടെ ഇടയിലുള്ള ഒരുപാട് പേർക്ക് പോലീസുകാർ ഇവരെയൊക്കെ അടിച്ചു. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ആൻഡ് ദെൻ ഇവർ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോയിട്ട് ചാണകം എടുത്തെറിഞ്ഞു. പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരും ഇവർക്ക് എതിരെയാണെന്ന് ഇവർക്കൊരു ഫീലിംഗ് വന്നു. ആരും സപ്പോർട്ട് ചെയ്യാനില്ലെന്ന്. കാരണം ഇവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അവയർനെസ് ഇല്ല. സോ ഇവരുടെ കൂടെ നിൽക്കേണ്ട എന്ന് ആളുകൾക്ക് തോന്നിക്കാണും എന്ന് മനസ്സിലായി അവർക്ക്. പിന്നെ ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസിന് എന്താ വേണ്ടുന്നത്, അവരുടെ വോട്ട് മാത്രം മതി. ഓരോ വീട്ടിൽ നിന്ന് 7-8 വോട്ട് കിട്ടും. സോ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനതാദളായിരുന്നു ആ സമയത്ത് റൂളിംഗ് പാർട്ടി. പക്ഷെ MLA എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയായിരുന്നു, MP എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. ഈ പാർട്ടീസ് എല്ലാം കൂടെ നിൽക്കും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ എന്താണ്, കമ്പനിയുടെ പവർ എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രേറ്റ് ആയതുകൊണ്ടും ആരും കൂടെ നിന്നില്ല. വെള്ളം ഇവരുടെ കയ്യിൽ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആൻഡ് പിന്നെ പറഞ്ഞു ഇവർ വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പൊളിറ്റീഷ്യൻസ് വന്നിട്ട് പറഞ്ഞു ഞാനിത് എന്തായാലും ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇവർക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. ആൻഡ് MLA വീട്ടിലോട്ട് ഇവർ ചൂലുമായിട്ട് ഒരു മാർച്ച് നടത്തി. എല്ലാവരും പോയി. പക്ഷെ ഇവർക്ക് മാത്രം പോകാൻ പറ്റിയില്ല, മൈലമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കൂട്ടത്തിലുള്ളൊരു സ്ത്രീ പറഞ്ഞതാണ്, MLA പറഞ്ഞതാണെന്ന്, എന്തിനാ ഇപ്പോൾ വന്നത്, എന്നടുത്തല്ലായിരുന്നു ആദ്യം വരേണ്ടത്, ഇനി ഞാൻ ഹെൽപ്പ് ചെയ്യില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പം മൈലമ്മ പറയാണ്, പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്നവർ പോലും ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് പ്രൊട്ടസ്റ്റും പബ്ലിക് സ്പീച്ചും പ്രൊസഷൻസും റാലീസും നാണക്കേടുകളും ഒക്കെ ആയിട്ട് ഒരു വർഷം തന്നെ കടന്നുപോയി. ഒരുപാട് ആളുകൾ വന്നും പോയി നിന്നു. പ്യൂരിറ്റി ഓഫ് വാട്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ വന്നു. അങ്ങനെ അവർ ഡിക്ലെയർ ചെയ്തു വെള്ളം അൺഫിറ്റാണ് കുടിക്കാനെന്ന്. കമ്പനിയുടെ ഫെർട്ടിലൈസർ തിരുവനന്തപുരം ലാബിൽ വെച്ച് ചെക്ക് ചെയ്തു. റിസൾട്ട്സ് പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെർട്ടിലൈസറും അതിനകത്ത് ഇല്ലായിരുന്നു എന്ന്. അതായത് അത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതായിരുന്നു എന്ന്. ആൻഡ് ദെൻ കമ്പനി എന്ത് ചെയ്തു, അപ്പോൾ ഇവർക്ക് മനസ്സിലായി കമ്പനി തന്നെ ഈ ആളുകളെ പൈസ കൊടുത്ത് മയക്കി അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഫേവറബിൾ ആയിട്ടുള്ളൊരു ലാബ് റിസൾട്ട് ഉണ്ടാക്കി. സോ ഇവിടം കൊണ്ട് തീരുവാണ് നമ്മുടെ ഈ ഒരു ബുക്ക്. പിന്നീട് എനിക്ക് പ്രൊട്ടസ്റ്റ് സക്സസ്ഫുൾ ഒക്കെ ആയി കേട്ടോ. അപ്പോൾ പ്രൊട്ടസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ ഹാപ്പൻ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള 13ാമത്തെ ചാപ്റ്ററിൽ ഉള്ളത്. ഇതൊരു ബയോഗ്രഫിയാണ് കേട്ടോ. പിന്നെ പേജ് നമ്പർ 223 ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേജ് നമ്പർ 224 CK ജാനുവും മുത്തങ്ങ ഇൻസിഡന്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന കാര്യം പേജ് നമ്പർ 225 തേർഡ് ക്വസ്റ്റ്യൻ. പിന്നെ essay. ഇതിനകത്ത് എന്താ പറയുന്നത്, എൻവയോൺമെന്റൽ ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂസിനെതിരെ ഇവർ ഫൈറ്റ് ചെയ്തു. പിന്നെ എൻവയോൺമെന്റൽ ആക്ടിവിസത്തിന്റെ ഒരു നല്ല ബുക്കാണ് ഇവരുടെ ഒരു ബയോഗ്രഫി എന്ന് പറയുന്നത്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഒരു എക്കോ സിസ്റ്റത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. മൈലമ്മ എന്ന് പറയുന്നത് പ്ലാച്ചിമട ഹീറോയിനാണ്. അവർ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു ആളാണ്. പിന്നെ ഓക്കെ, ഇത്രയും കൊണ്ട് നമ്മുടെ ജെൻഡർ സ്റ്റഡീസിന്റെ ഇത് തീർന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു.